പേവിഷബാധ സ്ഥിരീകരിച്ച ആലപ്പുഴയിലെ 11 വയസ്സുകാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. 2 ആഴ്ച മുൻപ് കടുത്ത പനിയുമായി ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ഉണ്ട്. ദേവൻ, വിശദാംശങ്ങൾ പറയും. ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണെന്നാണ് അവസാനമായും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുള്ള മികച്ച ചികിത്സ തന്നെ നൽകാനാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 3 മാസം മുൻപാണ് ഈ കുട്ടി സൈക്കിളിൽ വന്നുകൊണ്ടിരിക്കെ ഒരു നായ കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നത്. അന്ന് ഈ നായ കുട്ടിയെ കടിക്കുകയോ മറ്റോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ദേഹത്ത് മുറിവിന്റെ പാടുകളോ മറ്റോ ഉണ്ടായിരുന്നില്ല. ഈ വിവരം കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോഴും രക്ഷകർത്താക്കൾ കുട്ടിയുടെ ശരീരം പരിശോധിക്കുമ്പോഴും മുറിവുകളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അന്ന് വാക്സിൻ എടുക്കാനോ അല്ലെങ്കിൽ അന്ന് ആശുപത്രിയിൽ പോകാനോ അന്ന് ശ്രമിച്ചില്ല. അത് അത്ര ഗൗരവമായി അവർ അന്ന് എടുത്തിരുന്നില്ല. ശേഷം 2 ആഴ്ച മുൻപാണ് ഈ കടുത്ത പനിയുമായി കുട്ടിയെ ജനറൽ ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഒരു പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അങ്ങനെ ചികിത്സ നോക്കിയപ്പോഴാണ് ഈ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏതായാലും കുട്ടിക്ക് വേണ്ട എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഈ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നൽകുന്നുണ്ട്. കുട്ടിക്ക് വേണ്ട എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ കുട്ടിയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത്. ശരി, ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.